കൊറോണ വന്ന പീരീഡിൽ നിങ്ങൾ എത്ര പേര് മാർക്കറ്റിലുണ്ടായിരുന്നു? എപ്പോഴും ഒരു 15% മുകളിലേക്ക് കിട്ടാൻ വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരത് തരുന്നുമുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നിങ്ങളുടെ സൈക്കോളജിയാണ്, നിങ്ങൾ തന്നെയാണ് പ്രശ്നം എന്ന് മാത്രം മനസ്സിലാക്കുക. ഇവിടെയാണ് പലരുടെയും പ്രശ്നം. നിങ്ങൾ പലരും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചത് 3 വർഷത്തേക്കായിരിക്കും, പക്ഷെ പലരും പോയിരിക്കുന്നത് നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രം. US ഇറാൻ ഇഷ്യൂ ഉണ്ടാവാം, US ഗ്രീൻലാൻഡ് ഇഷ്യൂ ഉണ്ടാവാം, റഷ്യ യുക്രൈൻ വാർ ഉണ്ടാവാം, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കാം, കൊറോണ ഉണ്ടാക്കാം, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം, അങ്ങനെ പലതും. ആരൊക്കെയോ പറഞ്ഞത് കേട്ടിട്ടോ സ്വന്തം ഇഷ്ടങ്ങളുടെയോ അനുഭവങ്ങളുടെയോ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ നിങ്ങളൊക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവാം. ഒരുപക്ഷെ 2020 ശേഷം മാർക്കറ്റിലേക്ക് വന്നവരാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് റിട്ടേൺ മാത്രം നൽകുന്ന ഒരു സ്ഥലമാണ് മ്യൂച്വൽ ഫണ്ട് എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ 2025 നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ആരംഭിച്ചെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നെഗറ്റീവ് റിട്ടേൺ ആയിരിക്കാം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ 1%, 2% മാത്രമാകാം. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കേട്ടിട്ടുള്ളത്. 12%, 15% ഒക്കെ റിട്ടേൺ കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്നാണല്ലോ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താണ് എനിക്ക് മാത്രം നെഗറ്റീവ് റിട്ടേൺ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ കാണും. പ്രത്യേകിച്ച് ആരുടെയും സഹായങ്ങളോ അഡ്വൈസുകളോ ഒന്നും തന്നെ ഇല്ലാതെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലോ മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ ആശങ്കയ്ക്ക് വക വളരെ കൂടുതലുമായിരിക്കും. ഒന്ന് ചോദിക്കാനോ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനോ പോലും ആരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നവരായിരിക്കും ഒരുപാട് ആളുകൾ. ഇന്ത്യയിലെ കണക്ക് തന്നെ നോക്കിയാൽ മാർക്കറ്റ് വോൾട്ടിലാവുന്ന സമയത്ത് 50% മുകളിൽ ആളുകൾ SIP സ്റ്റോപ്പ് ചെയ്യുന്ന നിർഭാഗ്യമായ കാര്യങ്ങളും നമ്മൾ എപ്പോഴും കണ്ടുവരുന്നതാണ്. പലപ്പോഴും മാർക്കറ്റ് വോൾട്ടിലാകുമ്പോഴാണ് ആളുകളൊക്കെ SIP സ്റ്റോപ്പ് ചെയ്യുന്നതും ഇനിയും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇല്ല എന്നൊരു തീരുമാനം എടുത്തിട്ട് പോകുന്നതും. കാരണം അവർക്കൊരു ഡൗട്ട് ചോദിക്കാനോ ക്ലിയർ ചെയ്യാനോ ആരുമില്ല. എന്നിരുന്നാലും ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ അഡ്വൈസറുടെ സഹായത്തോടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നല്ല കാര്യം. അതല്ല നിങ്ങൾ സ്വന്തമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇനി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാകും, അവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാം. ഒരുപക്ഷേ ഈ വീഡിയോയിൽ എന്ത് കുറച്ച് കൂടുതലായിരിക്കാം, കാരണം മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു വരണമെങ്കിൽ സമയം കുറച്ചെടുക്കും. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഗ്രോവൽ എന്ന സ്ഥാപനത്തിനെ പറ്റി ഒറ്റ വാക്കം. ഏറ്റവും അധികം ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് പ്രവാസികൾക്കാണ്. യാതൊരു ലക്ഷ്യങ്ങളുമില്ലാതെ ഗൾഫിലേക്ക് പോകുന്നു, കുറേയധികം കാലത്തിന് ശേഷം തിരിച്ചു വരുന്നു, കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ അവസ്ഥയിൽ നിന്നും ഓരോ മലയാളിയും മാറണം എന്ന അടിസ്ഥാനത്തിൽ ആ ഒരു ലക്ഷ്യത്തിലാണ് ഗ്രോവൽ എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് മനസ്സിലാക്കിയ ശേഷം പരമാവധി ആളുകൾക്ക് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയും അതേപോലെ അവരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഗ്രോവൽ. അതിനോടൊപ്പം ഒരു റിക്വസ്റ്റ് കൂടി, ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലുള്ള 90% കണ്ടന്റുകളും പ്രവാസികൾക്ക് വേണ്ടിയുള്ളതും നാളുകൾ നിങ്ങൾ സമ്പന്നരാകാനും വെൽത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ഷോർട്ട് കട്ടുകളും എങ്ങനെയായിരിക്കണം നിങ്ങൾ അതൊക്കെ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളെ ഒരുക്കേണ്ടതുമൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ 4 ഭാഗമായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എങ്ങനെയായിരിക്കണം ഒരാൾ മ്യൂച്വൽ ഫണ്ട് ജോയിൻ ചെയ്യേണ്ടത്, 2 ഗോൾ ബേസ്ഡ് പോർട്ട്ഫോളിയോ എന്താണ്, 3 നിലവിലെ മാർക്കറ്റ് വോളറ്റിലിറ്റി എന്തുകൊണ്ടാണ്, 4 പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മുഴുവനായും ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ജോയിൻ ചെയ്യണമെന്നും എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നും പഠിക്കാം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിക് കാര്യം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. മ്യൂച്വൽ ഫണ്ടിൽ 46ഓളം AMCകളുണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ. ഈ കമ്പനിയുടെ കീഴിൽ ഏകദേശം 2800ഓളം മ്യൂച്വൽ ഫണ്ട്സ്, കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുള്ളതുമായ ഫണ്ട്സ് സ്മോൾ ക്യാപ്പ് എന്ന കാറ്റഗറിയാണ്, അതേപോലെ തന്നെ മിഡ് ക്യാപ്പ് എന്ന കാറ്റഗറി. അതുകൊണ്ട് തന്നെ പല ആപ്ലിക്കേഷൻസും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച റിട്ടേൺസിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ളത് സ്മോൾ ക്യാപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലരുടെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ 4, 5 അല്ലെങ്കിൽ 10, 15 സ്മോൾ ക്യാപ്പ് മാത്രമുള്ള പല പോർട്ട്ഫോളിയോകളും നിരന്തരം കാണുന്നുണ്ട്. ഇങ്ങനെയായിരുന്നില്ല നിങ്ങൾ ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. എങ്ങനെയായിരിക്കണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഒരുപക്ഷെ നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏറ്റവും മികച്ച റിട്ടേൺ കിട്ടിയ കുറച്ച് ഫണ്ടുകൾ നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടാകും. അതിപ്പോൾ വളരെ നെഗറ്റീവിലായിരിക്കും കഴിഞ്ഞ 1-2 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തതാണെങ്കിൽ പോലും തെറ്റില്ല.
നിങ്ങൾ പക്ഷേ അതൊരു ഗോൾ ബേസ്ഡ് അസറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, നിങ്ങൾ കാത്തിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും 2, നിങ്ങൾ മികച്ച റിട്ടേൺ മാത്രം കിട്ടുന്ന കുറേയധികം ഫണ്ടുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വലിയ നെഗറ്റീവ് റിട്ടേണുമായി ഇരിക്കുകയാണെങ്കിൽ അത് റിവ്യൂ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ഇനിയും ശരിക്കും എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് 3-4 ആയിട്ട് കാറ്റഗറി ഡിവൈഡ് ചെയ്യണം. ഒന്ന് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സാണ്. നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളെ നമുക്ക് അഗ്രസീവ് എന്ന കൂട്ടത്തിൽ പെടുത്താം. ലോങ് ടൈമിലേക്ക് അഗ്രസീവായ ഫണ്ടുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്, തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ അഗ്രസീവിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈവൻ നിങ്ങളൊരു ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ പോലും ഒരു 10 മുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് ഉണ്ടെങ്കിൽ, അതായത് 10 വർഷത്തിന് മുകളിലാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ എങ്കിൽ മാത്രം നിങ്ങൾ അതിൽ സ്മോൾ ക്യാപ്പ് പോലെയുള്ള ഹൈ റിസ്ക് ഫണ്ടുകൾ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ഏതൊരു അഡ്വൈസറുടെ സഹായത്തിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ 10 വർഷം മുതൽ അങ്ങോട്ടാണ് മുകളിലേക്കാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്മോൾ ക്യാപ്പ് ഫണ്ട് റെക്കമെൻഡ് ചെയ്യും. കാരണം ഭാവിയിൽ ഏറ്റവും അധികം റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ളത് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു 10% to 20% സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ലോങ് ടൈം ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോയിൽ നിർബന്ധമായും ഉണ്ടാവണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ സ്മോൾ ക്യാപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും തന്നെ ഇല്ല. അപ്പം ആദ്യം പറഞ്ഞത് ലോങ് ടൈം ഇൻവെസ്റ്ററിനെ പറ്റിയാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഹൊറിസോൺ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ വരുന്നത് ഒരു 7 to 10 ഇയർ ആണെങ്കിൽ നിങ്ങൾ ലോങ് ടൈം പ്ലസ് മീഡിയം ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് 100% ഇക്വിറ്റി തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ സ്മോൾ ക്യാപ്പ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ്, ഫ്ലെക്സി, മൾട്ടി തുടങ്ങിയ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ അതിലും റിസ്ക് കുറച്ച് എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 100% ഇക്വിറ്റിയിലേക്ക് പോവാതെ തന്നെ ഒരു 70% ഇക്വിറ്റി പ്ലസ് 30% ഹൈബ്രിഡ് എന്ന കാറ്റഗറി കൂടി ഉൾപ്പെടുത്താം. ഹൈബ്രിഡ് തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ഫണ്ടുകൾ, ബാലൻസ്ഡ് ആയിട്ടുള്ളതും കൺസർവേറ്റീവ് ആയിട്ടുള്ള പല ഫണ്ടുകളും അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ നോക്കിയ ശേഷമാണ് മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് അതിലും കുറവാണ്, ഒരു മോഡറേറ്റ് പീരീഡാണ്, ലൈക്ക് ഒരു 5 to 7 ഇയർ ആണെങ്കിൽ നിങ്ങൾ ഇക്വിറ്റിയിലേക്ക് പോലും പോകരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. പല ആളുകളും റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇക്വിറ്റിയിലേക്ക് പോകരുത്. നിങ്ങൾക്ക് 100% ഇക്വിറ്റി പോകാതെ ഹൈബ്രിഡ്, ബാലൻസ്, അഡ്വാൻറ്റേജ് തുടങ്ങിയ ഫണ്ടുകളിലേക്ക് മാത്രം പോവുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറിസോൺ ഒരു 3 വർഷത്തിനൊക്കെ താഴെയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഡയറക്റ്റ് ഇക്വിറ്റിയിലേക്ക് പോകരുത്. ഇവിടെയാണ് പലരുടെയും പ്രശ്നം. നിങ്ങൾ പലരും ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചത് 3 വർഷത്തേക്കായിരിക്കും. പക്ഷേ പലരും പോയിട്ട് സ്മോൾ ക്യാപ്പും ഫ്ലെക്സി ക്യാപ്പും മിഡ് ക്യാപ്പും പോലെയുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം എൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ തന്നിരിക്കുന്ന റിട്ടേൺ പോർട്ട്ഫോളിയോ വളരെ മോശമാണ് എന്ന് പറഞ്ഞ അർത്ഥമില്ല. കാരണം നിങ്ങൾ ഒരു 3 വർഷം പീരീഡ് ഹൊറിസോണിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെയുള്ള മേഖലയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ബാലൻസ്, അഡ്വാൻറ്റേജ് ഫണ്ട്, ഡെപ്റ്റ് ഫണ്ട്, ലിക്വിഡ് ഫണ്ട്. ഇങ്ങനെയുള്ള കാറ്റഗറി മാത്രം തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ മാന്യമായ റിട്ടേൺ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നതും 4 ടൈപ്പ് ഓഫ് ആളുകളെ പറ്റിയാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ്, മീഡിയം ടൈം ഇൻവെസ്റ്റേഴ്സ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ്, അൾട്രാ ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ്. ഇതിൽ ആരാണ് നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പ്രൊഫൈലും നിങ്ങളുടെ റിസ്ക്കും പ്രൊഫൈലും കൂടിയൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഒരു നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ. ഇങ്ങനെയാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു കണക്ക് കൂടി പറയാം. കഴിഞ്ഞ 45 വർഷത്തെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥ നോക്കിയാൽ അല്ലെങ്കിൽ ഹിസ്റ്ററി പരിശോധിച്ചാൽ 45 വർഷത്തിനിടയിൽ 41 തവണ മാർക്കറ്റ് 10% വോൾട്ടിലായിട്ടുണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടുള്ളതൊന്നുമല്ല മാർക്കറ്റ് എപ്പോഴും കയറിയും ഇറങ്ങിയും വോൾട്ടൈലായിട്ട് മുകളിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. എപ്പോഴും മുകളിലേക്ക് മാത്രം സഞ്ചരിക്കുന്ന ഒരു ഇടമേ അല്ല മാർക്കറ്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ 45 വർഷത്തിനുള്ളിൽ 41 തവണ മാർക്കറ്റ് 10% വോൾട്ടൈലായിട്ടുണ്ട്. അതേപോലെ തന്നെ 36 തവണ 36 ടൈംസ് ഹൈ റിട്ടേണും മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആവറേജ് മാത്രമാണ് 12 to 15 എന്ന് പറയുന്നത്. ഓരോ 5 വർഷത്തിലും, അതായത് നിങ്ങളൊരു 5 വർഷം പീരീഡിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 15% റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കത് ഉറപ്പ് പറയാൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെ തന്നെയാണ് മാർക്കറ്റ് എപ്പോഴും സഞ്ചരിക്കുന്നത്. പക്ഷേ നിങ്ങൾ 5 കൊല്ലം പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല, നിങ്ങൾക്ക് അതിൻ്റെ പോലും ക്ഷമയില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കരുത്, വരരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് FD, RD പോലെയുള്ള ബാങ്കിങ് മേഖലകൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയായിരിക്കണം മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യേണ്ടതെന്നും എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞു. ഇനി എന്താണ് ഗോൾ ബേസ്ഡ് പോർട്ട്ഫോളിയോ, എങ്ങനെയായിരിക്കണം ഓരോരുത്തരുടെയും പോർട്ട്ഫോളിയോ ഗോൾ ബേസിലേക്ക് എത്തിക്കേണ്ടത് എന്ന് കൂടി പറയാം. ഉദാഹരണത്തിന്
ഒരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം ഒരു 25,000 റുപ്പീസിൻ്റെ SIP ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിന് 2-3 ഗോളുകൾ ഉണ്ടാവാം. എക്സാമ്പിൾ, ഒരു 10 വർഷത്തിന് മുകളിലേക്കുള്ള ഗോളാവാം റിട്ടയർമെൻറ്റ് എന്ന ഗോൾ. അതേപോലെ അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്നൊരു കാര്യത്തിന് വേണ്ടി ഒരു ഗോൾ ഉണ്ടാവാം. അടുത്തത് ഒരു ട്രാവൽ ഗോളുമായിരിക്കും. അപ്പോൾ 3 ഗോളുണ്ട്. ഈ ട്രാവൽ ഗോൾ എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ അതൊരു ഷോർട്ട് ടൈം ആയിരിക്കാം, 3 വർഷം. അങ്ങനെയാണെങ്കിൽ ഈ റിസ്ക് കുറഞ്ഞ ബാലൻസ്ഡ് പോലെയുള്ള ഫണ്ടുകളോ അല്ലെങ്കിൽ ഡെബ് ലിക്വിഡ് പോലെയുള്ള കാറ്റഗറിയിലേക്കോ അദ്ദേഹത്തിന് പോകാം. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഗോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരു 7 to 10 ഇയർ ആണെങ്കിൽ അതൊരു മീഡിയം ടൈം ഗോളാണ്. അതിലേക്ക് 100% ഇക്വിറ്റിയിലേക്കോ അല്ലെങ്കിൽ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇക്വിറ്റി പ്ലസ് ഹൈബ്രിഡ് എന്ന മേഖലയിലേക്കും പോകാം. ഇനിയിപ്പോൾ മൂന്നാമത്തെ ഗോൾ റിട്ടയർമെൻറ്റ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ലോങ് ടൈം പീരീഡാണ്. അതുകൊണ്ട് തന്നെ 100% ഇക്വിറ്റിയിലേക്ക് പോകാം. ഇനിയും അവിടെ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് പോലുള്ള കാര്യങ്ങൾ വേണോ എന്ന് തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ച് മാത്രമായിരിക്കണം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊരു ഗോൾ ബേസ്ഡ് പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 3 ഗോൾസാണ്. ആ 3 ഗോൾസിന് വേണ്ടി 3 പോർട്ട്ഫോളിയോകളായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു വ്യക്തിയുടെ പോർട്ട്ഫോളിയോ എന്താണെന്നും അതിൻ്റെ ഗോൾ എന്താണെന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിക്കാൻ പാടുള്ളൂ. ഇതൊന്നുമല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ച് നല്ല റിട്ടേൺ നിങ്ങൾക്ക് കിട്ടും എപ്പോഴാണെന്ന് അറിയാമോ? മാർക്കറ്റ് വോൾട്ടിലിറ്റി ഇല്ലാത്ത ഗ്രോത്ത് മാത്രം തരുന്ന ഒരു സമയമാണെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് അങ്ങനെ സഞ്ചരിക്കില്ല. കഴിഞ്ഞ 3 വർഷം മാത്രമാണ് നമ്മളൊരു വലിയ കഴിഞ്ഞ മാർക്കറ്റിൻ്റെ ഒരു വലിയ ഹിസ്റ്ററി നോക്കിയാൽ അങ്ങനെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുള്ളത്. 2020 മുതൽ 2024 വരെ മാത്രമാണ്. അതേപോലെ തന്നെ നമ്മൾ മുമ്പിലേക്കും 2000 മുതലുള്ള കാലഘട്ടത്തിൽ മുമ്പിലേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഫ്ലാറ്റും അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് മാത്രം തന്ന 2, 3, 4 വർഷങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗോൾ ബേസ്ഡ് ആയിരിക്കണം നിങ്ങളുടെ പോർട്ട്ഫോളിയോ. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റിവ്യൂ ചെയ്യണം, അത് ചേഞ്ച് ചെയ്യണമെന്ന് വീണ്ടും പറയുന്നു. നമ്മൾ 2 പോയിന്റ് ഡിസ്കസ് ചെയ്തു. 1, മ്യൂച്വൽ ഫണ്ട് പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്. 2, എങ്ങനെയായിരിക്കണം ഗോൾ ബേസ്ഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് പ്രധാനപ്പെട്ട ഭാഗം, നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഭാഗം, മാർക്കറ്റിലെ നിലവിലെ വോൾട്ടിലിറ്റി എന്ന ഒരു ഭാഗത്തെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് വോൾട്ടിലിറ്റി എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് മാർക്കറ്റ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ സഞ്ചരിച്ചത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കാര്യം മാത്രമല്ല, ഈവൻ US മാർക്കറ്റ്, ചൈനീസ് മാർക്കറ്റ്, ജർമ്മൻ, ജപ്പാൻ, ഏത് മാർക്കറ്റ് ആണെങ്കിലും പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെയൊക്കെ റിട്ടേൺസ് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു കൊടുത്തിരുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് കടന്നു വന്ന ആളുകളുണ്ടാവാം. എനിക്കറിയാം അങ്ങനെയുള്ളവരാണ് കൂടുതലും ഇപ്പോൾ SIP ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ളൊരു ഡൗട്ടിൽ നിൽക്കുന്ന ആളുകൾ. ഒരുപക്ഷെ നേരത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അറിയാം എങ്ങനെയാണ് മാർക്കറ്റ് എന്ന്. പക്ഷേ ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സിന് മാർക്കറ്റിനെ പറ്റി വലിയ ധാരണയില്ല. അവർ കണ്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് മാത്രമാണ്. 10-15 റിട്ടേൺസും അല്ലെങ്കിൽ ഇതായിരിക്കും മാർക്കറ്റ്, ഇങ്ങനെയാണ് മാർക്കറ്റ്, ഇത് കിട്ടും, ഇത്ര വർഷം കഴിഞ്ഞാൽ ഇത്ര കിട്ടും എന്നുള്ള റീൽസ് മാത്രം കണ്ടിട്ടുള്ള ആളുകളാണ് പലരും. പക്ഷെ മാർക്കറ്റ് അങ്ങനെയല്ല. മാർക്കറ്റ് എപ്പോഴും ക്രാഷിലേക്ക് പോകും, വോൾട്ടിലിറ്റി ഉണ്ടാകും, ഫ്ലാറ്റ് മാർക്കറ്റ് ഉണ്ടാകും. ഇങ്ങനെ പല ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 45 വർഷത്തെ യാത്ര പരിശോധിച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിൽ 10% വോൾട്ടിലിറ്റി അല്ലെങ്കിൽ ക്രാഷ് എന്നത് സ്വാഭാവികമാണ്. എല്ലാ വർഷത്തിലും ഒരിക്കലും ഇത് സംഭവിക്കും. മാർക്കറ്റ് താഴേക്ക് പോകും, പിന്നീട് സ്ലോലി മുകളിലേക്ക് കയറും. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കാണുന്ന, അതായത് 2024 ഒരു മിഡിൽ മുതൽ 2026 ഞാൻ ഈ സംസാരിക്കുന്ന ജനുവരി മാസം വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മാർക്കറ്റ് വോൾട്ടിലാണ് എന്ന് പോലും ശരിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒരു വോൾട്ടിലിറ്റി അല്ലെങ്കിൽ ക്രാഷ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-20% മുകളിലേക്ക് പോയാൽ മാത്രമേ അങ്ങനെ ഒരു വാക്ക് പോലും ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് മാർക്കറ്റ് ഒരു ഫ്ലാറ്റ്, ഒരു നിശ്ചല അവസ്ഥയിലാണ് കഴിഞ്ഞ 1.5 വർഷമായി മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിലേക്ക് പോകുമ്പോൾ കുറേയധികം റീസൺസ് ഉണ്ട്. കൊറോണ വന്ന പീരീഡിൽ നിങ്ങൾ എത്ര പേര് മാർക്കറ്റിലുണ്ടായിരുന്നു? എനിക്കറിയാം വളരെ കുറച്ച് പേരെ ഒരു പക്ഷേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നൊരു പീരീഡ് ഉണ്ട്, കൊറോണ സംഭവിച്ച് കൊറോണ പീക്കിലെത്തി നിൽക്കുന്ന സമയം. അത് മാർച്ച് മാസമായിരുന്നു, 2020 മാർച്ച്. 2020 മാർച്ച് 23 മാത്രം മാർക്കറ്റിലുണ്ടായിരിക്കുന്ന ക്രാഷ് എന്ന് പറയുന്നത് 13.5% ആണ്. ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റിൽ 13.5% ക്രാഷ് ഉണ്ടായി. ഇപ്പോൾ 2025 നമ്മൾ കണ്ടത് വെറും 3% മാത്രമാണ് ഒരു വോൾട്ടിലിറ്റി എന്ന് പറഞ്ഞത്. പക്ഷേ അന്നുണ്ടായ ക്രാഷ് 13.5 ആണ്. ഒറ്റ മാസം കൊണ്ട് 2020 കൊറോണ വന്ന മാസം മാർച്ച് മാസത്തിൽ 40% മാർക്കറ്റിലുണ്ടായ ക്രാഷ്. സെൻസസ് 38,000 നിന്നും 29,000 കൂപ്പുകുത്തി. ആ സെൻസസ് ആണ് ഇപ്പോൾ 81,000 എത്തിയിരിക്കുന്നത്. അന്ന് നിഫ്റ്റിയുടെ വാല്യൂ 2020 മാർച്ചിൽ നിഫ്റ്റിയുടെ വാല്യൂ 11,000 ആയിരുന്നു. അത് ക്രാഷായിട്ട് 8,000 അവിടുന്ന് വീണ്ടും വളർന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 25,000 നിൽക്കുന്ന നിഫ്റ്റി. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. മാർക്കറ്റിൽ വോൾട്ടിലിറ്റി എന്ന് പറയുന്നത് സർവ്വ സാധാരണമാണ്. അതിന് പല റീസൺസ് ഉണ്ടാകാം. ഇപ്പോൾ കാണുന്ന US ഇറാൻ ഇഷ്യൂ ഉണ്ടാവാം, US ഗ്രീൻലാൻഡ് ഇഷ്യൂ ഉണ്ടാവാം,
റഷ്യ യുക്രൈൻ വാർ ഉണ്ടാവാം, ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഉണ്ടാക്കാം, കൊറോണ ഉണ്ടാക്കാം, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കാം, അങ്ങനെ പലതും ഓരോ വർഷവും ലോകത്തൊക്കെ സംഭവിക്കും. ലോകത്തെന്നും സമാധാനപരമായ കുറേ കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിരിക്കാൻ പറ്റില്ല. അതൊരു സ്വപ്നം മാത്രമായിരിക്കാം. ഇതെപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ഓരോ വർഷം അതിന് ഓരോ കാരണങ്ങളുണ്ടാകും. അപ്പോഴൊക്കെ മാർക്കറ്റ് വോൾട്ടൈലാകും, പക്ഷെ അവിടുന്ന് മുകളിലേക്ക് കയറും. അങ്ങനെ കയറിയതാണ് നമ്മൾ ഈ കാണുന്ന നിഫ്റ്റി ഇന്ന് 25,000 എത്തി നിൽക്കുന്നതും സെൻസസ് 80,000 എത്തി നിൽക്കും. ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0യും 100ഉം ആയിരുന്നു. അവിടെ നിന്നാണ് ലോങ് ടൈമിൽ ഈ യാത്രയിലെത്തിയത്. ഈ യാത്രയിൽ പകച്ചു നിൽക്കാതെ ഓരോ സമയങ്ങളിൽ മാർക്കറ്റ് ഡൗൺ ആണെന്ന് സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോയാൽ മാത്രമേ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ 5 വർഷത്തെ ഹിസ്റ്ററി പരിശോധിച്ചാലും 15% റിട്ടേൺ മാർക്കറ്റിൽ നിന്നും മികച്ച ഒരു പോർട്ട്ഫോളിയോ ആണെങ്കിൽ അത് 20% മുകളിലോട്ടും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിൽ നിൽക്കുക, ഓരോ വോൾട്ടിലിറ്റിയും ഒരു അവസരമായി കാണുക. വോൾട്ടിലിറ്റി സംഭവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ആ പീരീഡിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൊടുക്കും എന്നാണ് ചിന്തിക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ ഓരോ വോൾട്ടിലിറ്റിയിലും SIP സ്റ്റോപ്പ് ചെയ്യുകയും നിർഭാഗ്യമായ മ്യൂച്വൽ ഫണ്ട് എനിക്കുള്ളതല്ല, ഇത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്ന ആളുകളെയാണ് നമ്മൾ കൂടുതലായും കാണുന്നത്. അതുകൊണ്ട് ഇതൊരു അവസരമാണ്. ഓരോ വോൾട്ടിലിറ്റിയിലും ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതൽ ചെയ്യുക. മാർക്കറ്റ് റേസ് ആകുമ്പോൾ അവിടെ നിങ്ങളുടെ യൂണിറ്റിന് വില കൂടുന്നു, NAV പ്രൈസ് കൂടുന്നു, പിന്നീട് അത് വലിയ റിട്ടേൺ ആയിട്ട് മാറുന്നു. ഇതാണ് യാഥാർത്ഥ്യം. അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. പാസ്റ്റ് എങ്ങനെയായിരുന്നു മാർക്കറ്റ്, അതേപോലെ ഫ്യൂച്ചർ എങ്ങനെയാകാം എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനസ്സിലാക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് റിട്ടേൺ തരുന്ന, ബാങ്കിനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്ന, എല്ലാ വർഷവും 12% കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളത് മാത്രമാണ്. അങ്ങനെയല്ല യാഥാർത്ഥ്യം. മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ക്ഷമ എന്നുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നതൊക്കെ എളുപ്പമാണ്. അതൊരു 5 ഇയർ ഗ്യാപ്പിൽ എല്ലാ 5 ഇയറിലും 15% റിട്ടേൺ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ് യാഥാർത്ഥ്യം, അങ്ങനെയാണ് കഴിഞ്ഞ ഹിസ്റ്ററി. പക്ഷേ 1-2 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ SIP സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ക്യാഷ് നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. മാർക്കറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടണമെങ്കിൽ സ്റ്റേ എന്നുള്ള കാര്യം, അവിടെ നിൽക്കുക, മാർക്കറ്റിനോടൊപ്പം സഞ്ചരിക്കുക, 2 പേഷ്യൻസ്, ഈ 2 കാര്യങ്ങളും ഏറ്റവും പ്രധാനമാണ്. മാർക്കറ്റിൻ്റെ ഈ ഒരു യാത്രയിൽ നിങ്ങൾക്കൊക്കെ എന്ത് മനസ്സിലായി? മാർക്കറ്റ് 3 രീതിയിലാണ് പ്രവർത്തിക്കുക. ഒന്ന് മാർക്കറ്റ് റേസ്, ഒന്ന് മാർക്കറ്റ് ഡൗൺ, ഒന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് എന്ന് 3 കാര്യങ്ങൾ. ഒന്ന് റേസിലാണെങ്കിൽ, ഗ്രോത്തിലാണെങ്കിൽ എപ്പോഴും റിട്ടേൺസ് പോസിറ്റീവായിരിക്കും, നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടും. ഈ 2 മാർക്കറ്റ് ഡൗൺ ആവണമെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കുക? NAVയുടെ പ്രൈസ് കുറയുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു മ്യൂച്വൽ ഫണ്ട് നോക്കുക, അവിടെ NAV പ്രൈസ് നോക്കുക, അത് NAV ഒരു പക്ഷേ 25, 30 അല്ലെങ്കിൽ 100, 200 അങ്ങനെ പല ടൈപ്പ് ഓഫ് NAVs ഉണ്ടാവാം. ആ NAV പ്രൈസ് കുറയും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു 20 രൂപീസിൻ്റെ NAV ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ ഫണ്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ NAV പ്രൈസ് ചിലപ്പം 18, 17 ഒക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തായി? നിങ്ങളുടെ NAV പ്രൈസ് കുറഞ്ഞു, കൂടുതൽ യൂണിറ്റ്സ് കിട്ടുന്നു. അപ്പോൾ മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നു. മാർക്കറ്റ് ഗ്രോ ആകുമ്പോൾ സംഭവിക്കുക കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നു. അപ്പോൾ 2ഉം നമുക്ക് നല്ലതാണ്. മാർക്കറ്റ് ഡൗൺ ആയണം, അതേപോലെ തന്നെ മാർക്കറ്റ് ഗ്രോ ആവുകയും ചെയ്യണം. ഈ 2 കാര്യങ്ങൾ സംഭവിച്ചാലേ ഒരു SIP ചെയ്യുന്ന ആൾക്ക് റിട്ടേൺസ് കൂടുതലായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റഡി നമുക്ക് നോക്കി അറിയാൻ പറ്റും, മാർക്കറ്റ് ഗ്രോ ആയി സഞ്ചരിക്കുന്ന മാർക്കറ്റിൽ SIP ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെക്കാട്ടിൽ കൂടുതൽ റിട്ടേൺ കിട്ടുന്നത് മാർക്കറ്റ് വോൾട്ടിലിറ്റി ഉള്ള സ്ഥലത്ത് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററിനായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ഇതാണ്, ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. അതായത് ആവറേജിങ് സംഭവിക്കുന്നു. ഓരോ ഇടിവിലും നമ്മൾക്ക് യൂണിറ്റ്സ് കൂടുതൽ കിട്ടുന്നു. വീണ്ടും മാർക്കറ്റ് കയറുമ്പോൾ നമ്മുടെ ആ കുറഞ്ഞ NAV പ്രൈസിൽ നമ്മൾ വാങ്ങിച്ച യൂണിറ്റ് കൂടുതൽ പ്രൈസിന് ഗ്രോ ആവും. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മാർക്കറ്റ് വോൾട്ടിൽ ആകണം എന്നുള്ളതായിരിക്കണം ശരിക്കും ഒരു SIP ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലും മാർക്കറ്റ് ഇനി ഇപ്പോൾ ലെംസം ആണെങ്കിൽ പോലും ആ വോൾട്ടിലിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. മാർക്കറ്റ് ഗ്രോ ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നു. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഗ്രോത്തിലേക്ക് മാത്രം സഞ്ചരിക്കണമേ എന്ന് വിചാരിക്കുന്നതിന് പകരം ഇടയ്ക്ക് വോൾട്ടിലിറ്റി കൂടി അത്യന്താപേക്ഷികമാണ്, എമർജൻസിയാണ്. അതുണ്ടായാലേ നമുക്ക് മികച്ച റിട്ടേൺസ് കിട്ടും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ച് നിങ്ങൾ ഇരുന്നോളൂ. കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഇനി ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് അവസാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയായിരിക്കണം മികച്ച റിട്ടേൺ മാർക്കറ്റിൽ നിന്ന് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നിക്ഷേപം നടത്തേണ്ടത് എന്നുള്ള പോയിന്റാണ്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഗോൾ ബേസ്ഡ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പല മേഖലയിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഓരോ ഗോളിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. നിങ്ങളൊരു അൾട്രാ ഷോർട്ട് ടൈം ഇൻവെസ്റ്ററാണ്, 3 വർഷമാണ് നിങ്ങളുടെ പീരീഡ്, പക്ഷേ നിങ്ങൾ സ്മോൾ ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ വലിയ മണ്ടത്തരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പീരീഡും റിസ്ക് പ്രൊഫൈലും ഒക്കെ നോക്കിയിട്ട് മാത്രമേ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ.
രണ്ടാമത്തെ പോയിന്റ്, നിങ്ങളൊരു അഡ്വൈസറുടെ സഹായത്തോടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല. എന്തായിരിക്കണം? പക്ഷേ ഗോൾഡ് ബേസ്ഡ് പോർട്ട്ഫോളിയോ ആയിരിക്കണം. അത് വളരെ നിർബന്ധമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഗോൾഡ് ബേസ്ഡ് അല്ല പോർട്ട്ഫോളിയോ എങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റുള്ളവരും രണ്ടാമത്തെ പോയിന്റുള്ളവരും അത് റിവ്യൂ ചെയ്യണം. പോർട്ട്ഫോളിയോ ചേഞ്ച് ചെയ്യേണ്ടതാണെങ്കിൽ നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട 4 തരത്തിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി ഹൊറിസോണെ നമുക്ക് വിലയിരുത്താം. 1 ലോങ് ടൈം, 2 മീഡിയം ടൈം, 3 ഷോർട്ട് ടൈം, 4 അൾട്രാ ഷോർട്ട് ടൈം. ഈ 4 കാറ്റഗറിയിലുള്ള ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താ പ്രശ്നം? ഈ അൾട്രാ ഷോർട്ട് ടൈം ഇൻവെസ്റ്ററും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈം ഇൻവെസ്റ്ററുടെ പോർട്ട്ഫോളിയോ കോപ്പി ചെയ്തിട്ടാണ്. അവിടെയാണ് നിങ്ങളുടെ റിട്ടേൺ നെഗറ്റീവ് ആവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്ററാണ്, നിങ്ങളുടെ ഹൊറിസോൺ മോർ ദാൻ 10 ഇയർ ആണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പീരീഡ് ആണ്, 1-2 വർഷമായിട്ടുള്ള നെഗറ്റീവ് റിട്ടേൺ ആണ്. ഒരു കാരണവശാലും പേടിക്കേണ്ട. ബിക്കോസ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലോങ് ടൈം ഹൊറിസോണിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, ക്ഷമയോടെ കാത്തിരിക്കാം, അവിടെ സമയമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് റിട്ടേൺ കിട്ടണോ? നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ റിട്ടേൺ വേണോ? വേണം. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ആഗ്രഹം ഏറ്റവും നല്ല റിട്ടേൺ എനിക്ക് കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഏറ്റവും വലിയ കഴിവ്, മാനദണ്ഡം നിങ്ങളുടെ എബിലിറ്റി അല്ല. നിങ്ങൾക്ക് ഫണ്ടിനെ പറ്റി എന്തൊക്കെ അറിയാം, നിങ്ങൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ചെക്ക് ചെയ്തിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്തത്, ഇതൊക്കെ നമുക്കൊരു 60% വരെ നിർത്താം. അതൊക്കെ ഉത്തരവാദിത്ത അഡ്വൈസറിയാണ്, നിങ്ങളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്ത് തന്ന ആളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. ഇനി 40% ഉത്തരവാദിത്തം ആരുടെയാണ്? നമ്മൾ ഓരോരുത്തരുടെയാണ്. അവിടെ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾ എന്തായിരിക്കണം? പേഷ്യൻസ് ഉള്ളവരായിരിക്കണം. 2, നിങ്ങളുടെ സൈക്കോളജി, അതായത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകണം. ഏറ്റവും അവസാനത്തെ ഒറ്റ പോയിന്റ് കൂടി ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ഏറ്റവും മികച്ച റിട്ടേൺ കിട്ടണമെങ്കിൽ ഏറ്റവും ആദ്യം അതിനുവേണ്ടി ശ്രമിക്കുന്ന ആരാണെന്നറിയോ? നിങ്ങളുടെ AMCയും അതിൻ്റെ ഫണ്ട് മാനേജും അതിൻ്റെ ടെക്നിക്കൽ ടീമുമാണ്. അവർ പകൽ ഓരോ ഫണ്ടുകളും ഏറ്റവും മികച്ച റിട്ടേണും അല്ലെങ്കിൽ ഫ്യൂച്ചറിലും ഏറ്റവും മികച്ച റിട്ടേൺ ലഭിക്കാൻ വേണ്ടി അതിനുവേണ്ട വർക്ക് അവർ ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് മികച്ച റിട്ടേൺ തരേണ്ട ഉത്തരവാദിത്തമുള്ളവർ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യും. അവർ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 5 ഇയർ ഹൊറിസോൺ നോക്കിയാൽ എപ്പോഴും ഒരു 15% മുകളിലേക്ക് കിട്ടാൻ വേണ്ടി അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരത് തരുന്നുമുണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും നിങ്ങളുടെ സൈക്കോളജിയാണ്, നിങ്ങൾ തന്നെയാണ് പ്രശ്നം എന്ന് മാത്രം മനസ്സിലാക്കുക. സോ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഗോൾ അനുസരിച്ചൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം, എന്താണ് മാർക്കറ്റിൻ്റെ വോൾട്ടാലിറ്റി, ഇനിയും മ്യൂച്വൽ ഫണ്ട് മികച്ച റിട്ടേൺ കിട്ടണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ആകണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആരുടെയും സഹായമില്ലാതെ ഇപ്പോൾ ഒരു നിശ്ചിത അവസ്ഥ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെയുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഗ്രോവലിനോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ആരംഭിച്ചിട്ടുള്ള ആളുകളും ഒരുപക്ഷെ വീഡിയോ കാണുന്നുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. നിങ്ങളും ഈ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കിയിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ഇനിയിപ്പോൾ മറ്റാരുടെയെങ്കിലും ഒക്കെ സഹായത്തെ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. റിവ്യൂ ചെയ്യേണ്ട സമയമായിട്ടുള്ള നിന്ന് റിവ്യൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഗോൾഡ് ബേസ്ഡ് ആണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ക്ഷമയോടെ കാത്തിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇതൊരു അവസരമായി കണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇങ്ങനെയുള്ള നോളജ് പരമായിട്ടുള്ള കാര്യങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും ഈ ചാനൽ വഴി ഉണ്ടാകും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ഡൗട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും, അവരിലേക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക് യു.